പാമ്പൻ പാലത്തിലൂടെ നിങ്ങൾ എത്ര പേര് യാത്ര ചെയ്തിട്ടുണ്ട്? ഇപ്പൊ തന്നെ താഴ്ന്ന് കമന്റ് ചെയ്യണേ. ദ മോസ്റ്റ് ഡേഞ്ചറസ് റെയിൽവേ റൂട്ട് ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഗൂഗിളിൽ വരുന്നത് ഈ കാണുന്ന പഴയ പാമ്പൻ പാലമായിരിക്കും. അപ്പോൾ ആ ഒരു പഴയ പാലം മാറ്റിയിട്ട് നമ്മൾ ഇന്ന് പുതിയൊരു പാലത്തിന്റെ ഇനോഗ്രേഷൻ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ഉള്ള ഒരു പാലമാണിത്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ശ്രീ നരേന്ദ്രമോദിജി വന്നിട്ട് ഈ ഒരു പാമ്പൻ പാലത്തിന്റെ ഇനോഗ്രേഷൻ നടത്തും. നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് ഒരു യാത്രയും കൂടെ ചെയ്യാനുണ്ട്. അനുവട്ട ട്രെയിൻ സെറ്റ് ഇല്ലേ? സെറ്റ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മണ്ഡപം റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്ന ട്രെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ളായിട്ട് പൂമാലയും തോരണവും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ട്രെയിന് പാമ്പൻ പാലത്തിലൂടെയുള്ള ഫസ്റ്റ് ട്രിപ്പിന്, അതായത് ഇനോഗ്രൽ ട്രിപ്പിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഈ ട്രെയിനിൽ മീഡിയക്കാരുണ്ട്, അതുപോലെ പിന്നെ ഒഫീഷ്യൽസ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ സ്കൂൾ കുട്ടികളും കൂടെ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഇവിടെ ഇൻവിറ്റേഷൻ കിട്ടിയാലേ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കൂടാതെ ഈ ട്രെയിനിന്റെ എഞ്ചിനിൽ നമ്മുടെ ഫ്ലാഗിന്റെ രീതിയിലാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. മണ്ഡപം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എക്സാക്റ്റ് ആയിട്ട് പാമ്പൻ പാലത്തിന്റെ സെൻട്രലാണ്. പ്രൈം മിനിസ്റ്റർ വന്നിട്ടില്ല, ആള് വന്നതിന് ശേഷമാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുള്ളൂ. ഇത്രയും കാലം നമ്മൾ ഈ പഴയ പാമ്പൻ പാലത്തിലൂടെ നമ്മൾ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പാലത്തിന്റെ സെന്ററിൽ ചെന്ന് നിന്നിട്ടില്ല. അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ച, നല്ല രസമുള്ളൊരു ഫീലിംഗ് ആണ്. നമുക്കൊരു പേടിയുണ്ടെങ്കിൽ പോലും നല്ല രസമുള്ളൊരു അടിപൊളി ഫീലിംഗ്സ് ആണ് നമുക്ക് ഇവിടെ നിന്ന് തരുന്നത്. നമ്മുടെ ചുറ്റും കടലാണ്, രണ്ട് സൈഡ് ഡോറുകൾ തുറന്നു നോക്കിയാലും നല്ല ദൂരത്തേക്ക് കടലങ്ങനെ നീണ്ടു തീർന്ന് കിടന്നതൊക്കെ നമുക്ക് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തതോടുകൂടി നമ്മുടെ പാമ്പൻ പാലം തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും ഈ ഒരു പാമ്പൻ പാലത്തിലൂടെയുള്ള യാത്ര നടത്താവുന്നതാണ് അല്ലേ? അതെ. അപ്പോൾ ഇനി നാളെ മുതൽ ട്രെയിൻ കൃത്യമായിട്ട് ഓടി തുടങ്ങും. അപ്പോൾ ഇനി കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകളുടെ കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.